ഭാരതപ്പുഴയ്ക്ക് കുറുകെ പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പാലത്തിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നത്. പുതിയ പാല നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. പാലത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നേരത്തെ ലഭിച്ചിരുന്നു. ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 24 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ. 3 കരാറുകാരാണ് അത് കോട്ട് ചെയ്തിരുന്നത്. അതിൽ ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലഭ്യമായിട്ടുണ്ട്. ഈ പുതുവത്സര സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കിത് പറയാൻ കഴിയും. പട്ടാമ്പി പാലം അത് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിന്റെ പുറകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ PWD മിനിസ്റ്റർ റിയാസ് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില IPT റോഡും വാടനാകുറിശി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ, പട്ടാമ്പി ടൗൺ നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിന്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് അത് വളരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 52,57,60,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. ഉടൻ തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്നും മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും MLA സൂചിപ്പിച്ചു.